ഹായ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ലിസി കെ വൈദ്യൻ. ഇന്നത്തെ എൻ്റെ വീഡിയോ അനിതയ്ക്ക് വേണ്ടിയാണ്. അനിതയുടെ പ്രോബ്ലം മുടിയെല്ലാം പോയി, കഷണ്ടിയായി. അതുപോലെ തന്നെ വേറെ ഒത്തിരിയും പേര് ഹെയർ ലൈൻ കയറിപ്പോകുന്നു, എന്താ ചെയ്യുക എന്ന് ചോദിച്ച് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ അനിത കമ്പ്യൂട്ടർ ടെസ്റ്റ് ചെയ്തെന്നും പിന്നെ ഹെയർ വരുന്ന ഭാഗം അടഞ്ഞു പോയെന്നും ഇനി വളരാൻ സാധ്യതയില്ലെന്നൊക്കെ എഴുതി കണ്ടു. അത് സത്യമാണ് അനിത. നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് അടഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ മുടി വളരാൻ സാധ്യതയില്ല. അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ മസാജ് ചെയ്യണതും സ്റ്റീം കൊടുക്കുന്നതും സ്കാൾപ്പ് വൃത്തിയായിട്ട് സൂക്ഷിക്കണമെന്ന് പറയണതെല്ലാം അതിന് വേണ്ടിയാണ്. അത് മാത്രമല്ല കേട്ടോ, മെയിൻ കാരണങ്ങൾ വേറെ ഒത്തിരി ഉണ്ട്. പിന്നെ മെനപ്പോസ് കഴിയുമ്പോൾ സ്ത്രീകളിൽ ഈസ്ട്രജൻ്റെ അളവ് കുറയും. ഈ ഒരു അവസരത്തിലും ഇങ്ങനെ പിന്നെ കണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ മുടി കൊഴിച്ചിലും കഷണ്ടി പോലെ ആവുന്ന ഇതൊക്കെ കണ്ടുവരുന്നുണ്ട്. കൂടാതെ ഒത്തിരി തലയ്ക്ക് ഡാമേജ്, അപകടങ്ങൾ മൂലമെല്ലാം ഡാമേജ് സംഭവിക്കുക, ഇങ്ങനെയുള്ള അവസരങ്ങളിലും ഇത് വരുന്നുണ്ട്. പിന്നെ ഒത്തിരി മരുന്നുകൾ, ഇതിനെല്ലാം സൈഡ് ഇഫക്റ്റ് ഉണ്ട്. മുടി കൊഴിച്ചിൽ ഒത്തിരി നമ്മൾ മെഡിസിൻ എടുക്കുന്നവരാണെങ്കിലും ഇത് മുടി കൊഴിഞ്ഞ് ഇങ്ങനെ ഒരു അവസ്ഥയിലോട്ട് നീങ്ങാം. അപ്പോൾ എനിക്ക് പിന്നെ ഹെയർ ലൈൻ കയറുന്നവർക്കാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഉപകാരപ്രദമായിരിക്കുക. അതാണ് അവർ ഈ തുടക്കക്കാരെ സംബന്ധിച്ച് ഞാൻ ഈ പറയുന്ന റെമഡീസ് എല്ലാം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. ഇത് പുരുഷന്മാർക്കും ചെയ്യാം കേട്ടോ. പുരുഷന്മാർക്കും എൻ്റെ ഈ റെമഡീസ് ട്രൈ ചെയ്യാം. പിന്നെ ഇനി ഒത്തിരി മുടി പോയി കഷണ്ടി പോലെ ആയി നിങ്ങളുടെ മുടിയെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാം. അതിൻ്റെ നമുക്ക് മറ്റുള്ള ഭാഗങ്ങളിലുള്ള ഫോളിക്കിൾസിനെല്ലാം നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് നമുക്ക് ഇതുകൊണ്ട് ഈ റെമഡീസ് കൊണ്ട് സാധിക്കും. അപ്പോൾ ഇനി ഞാൻ റെമഡീസിലോട്ട് കടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റെമഡി ബീട്രൂട്ടിൻ്റെ ഇലയാണ്. അത് കേരളത്തിൽ എത്രത്തോളം അവൈലബിൾ ആകും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും അത് നല്ലൊരു റെമഡിയാണ്. അപ്പം നമുക്കതൊരു കപ്പ് ബീട്രൂട്ടിൻ്റെ ഇല എടുക്കുക. ഇപ്പം നിങ്ങൾ എത്ര എടുക്കുന്നോ അത്രയും തന്നെ നേരത്തെ വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ആ വെള്ളത്തിൽ തന്നെ ഇത് അരച്ചെടുക്കണം. അതുപോലെ തന്നെ ഒരു കപ്പ് മൈലാഞ്ചിയുടെ ഇല, മൈലാഞ്ചി ഇതുപോലെ തന്നെ ഒരു കപ്പിലെടുത്ത് അത് നേരത്തെ വെള്ളമൊഴിച്ച് അത് തിളപ്പിച്ച് ആ വെള്ളത്തിൽ തന്നെ, ചൂടാറിയിട്ട് മതി കേട്ടോ, ആ വെള്ളത്തിൽ തന്നെ അത് അരച്ചെടുക്കണം. ഈ രണ്ട് പേസ്റ്റും കൂടെ യോജിപ്പിച്ച് നമ്മുടെ ഈ ഹെയർ പോയ ഭാഗങ്ങളിലെല്ലാം അപ്ലൈ ചെയ്യണം. ഇത് നിങ്ങൾ റെഗുലറായിട്ട് ചെയ്താൽ നല്ലതാണ്. ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് നിങ്ങൾക്ക് പറ്റുള്ളെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഇത് നല്ലൊരു റെമഡിയാണ്. പിന്നെ അടുത്തൊരു സിമ്പിളായിട്ടുള്ളൊരു റെമഡിയാണ് നമ്മുടെ കാസ്റ്റർ ഓയിൽ. കാസ്റ്റർ ഓയിലാണെങ്കിൽ 2 സ്പൂൺ കാസ്റ്റർ ഓയിൽ എടുക്കുക, 1 സ്പൂൺ വിനിഗർ, 1 സ്പൂൺ ഗ്ലിസറിൻ. ഇത് 3ആണ് ഇതിനാവശ്യം. ഈ 3 കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ ഹെയർ പോയ ഭാഗങ്ങളിലെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ചൂടായി ആ ഭാഗങ്ങളെല്ലാം നന്നായിട്ട് ചൂടാവണം. അതുപോലെ നന്നായിട്ട് അമർത്തി മസാജ് ചെയ്യണം. അതിന് ഒരു 15 മിനിറ്റ് നേരം മസാജ് ചെയ്യണം. അതിന് ശേഷം സ്റ്റീം കൊടുക്കണം. ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സൗകര്യം പോലെ റെഗുലറായിട്ടോ ഒന്നിടവിട്ട ദിവസങ്ങളിലോ എല്ലാം ഒന്ന് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഹെയർ ലൈൻ കയറുന്നത് നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കും. പിന്നെ ഒരു റെമഡി നമ്മുടെ ഉലുവയാണ്. ഉലുവ ഇതുപോലെ തന്നെ കുതിർത്ത് ആ വെള്ളത്തിൽ തന്നെ അരച്ചെടുത്ത് അത് ഇടുന്നതിന് മുന്നേ ഒന്ന് സ്റ്റീം കൊടുക്കുക. നമുക്ക് ഒന്ന് സ്റ്റീം കൊടുത്തതിന് ശേഷം ഈ ഉലുവ പാക്ക് അപ്ലൈ ചെയ്യുക. അത് ഉണങ്ങുമ്പോൾ വാഷ് ചെയ്യുക. ഇതാണ് 3ാമത്തെ റെമഡി. ഇനി ഒരു റെമഡി കൂടി ഞാൻ പറയാം. അത് കടുകെണ്ണ ഇതുപോലെ തന്നെ മൈലാഞ്ചി വേണം. മൈലാഞ്ചി 1 കപ്പ് എടുത്ത് അതിൽ 1 കപ്പ് പിന്നെ 1 കപ്പ് മൈലാഞ്ചി അല്ല, ഒരു 4 കപ്പ് മൈലാഞ്ചി എടുത്തോളൂ. 4 കപ്പ് മൈലാഞ്ചി എടുത്ത് അതിൽ 1 കപ്പ് കടുകെണ്ണ ഒഴിക്കണം. എന്നിട്ട് ഇത് തിളപ്പിച്ച് അരിച്ചെടുത്ത് നിങ്ങൾക്ക് സൂക്ഷിക്കാം. ഇത് നിങ്ങൾക്ക് റെഗുലറായിട്ട് ഈ മുടി പോയ ഭാഗങ്ങളിലെല്ലാം അപ്ലൈ ചെയ്യാം.
ഇതും നല്ലൊരു റെമഡിയാണ്. നിങ്ങൾ തുടക്കക്കാർക്കും അല്ലാത്തവർക്കും എല്ലാം ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ, റിസൾട്ട് കിട്ടും ഉറപ്പായിട്ടും. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.